ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നിയാസ് ഫാദിലി, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയമുള്ള സത്യവിശ്വാസികളെ, രക്ഷകർത്താക്കളെ, ഇസ്സ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിനിധി എന്നതിൽ കവിഞ്ഞ് ഇസ്സ അക്കാഡമിയിൽ പഠിക്കുന്ന സ്റ്റുഡന്റിന്റെ രക്ഷിതാവ് എന്ന രീതിയിലുള്ള ആത്മാഭിമാനത്തോടെയും ഏറെ സന്തോഷത്തോടെയുമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം മദ്രസയിൽ പഠനം ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ അലിഫ്, ബാ, താ, സാ, അബുൻ, ഉമ്മുൻ, അദബുൻ എന്നീ പദങ്ങളും അക്ഷരങ്ങളും പഠിക്കുന്നതിന് മുൻപായി തന്നെ നമ്മുടെ ബഹുന്നരായ മഹല്ല് പ്രസിഡന്റ് MB സയ്യിദ് സാഹിബ് അവർ വരുന്നുണ്ട്, ഇങ്ങോട്ട് കടന്നു വരും. ഈ പദങ്ങളും അക്ഷരങ്ങളും പഠിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾ ആ മദ്രസ പഠനം ആരംഭിക്കുന്നതിൻ്റെ ആ പ്രായത്തിന് മുൻപായി തന്നെ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്തുകളും മുസ്ലിമായ ഒരു വ്യക്തി ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട അദ്കാറുകളും സ്വലാത്തുകളും തസ്ബീഹുകളും പഠിപ്പിക്കുന്ന ഒരു സംവിധാനം. മാത്രമല്ല, ഈ കുട്ടികളുടെ ഭാവിയും ഉന്നമനവും ലക്ഷ്യമാക്കി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ വിദ്യാഭ്യാസ വിചക്ഷണരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ വളരെ ഗഹനമായി ചിന്തിച്ച് തയ്യാറാക്കിയ ഒരു കരിക്കുലമാണ് നമ്മുടെ തിബിയാൻ എന്ന് പറയുന്ന കരിക്കുലം. കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും നമ്മുടെ മലയാളികളായിട്ടുള്ള എല്ലാ രക്ഷകർത്താക്കളും ഇന്ന് തിബിയാനിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം അതിൻ്റെ കരിക്കുലം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ എന്ന് പറയുന്നത്. ഭാവിയിലെ തലമുറയ്ക്ക് ആവശ്യമായ അവരുടെ ഭാഷാ പഠനം, അതുപോലെ തന്നെ ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളെ ചെറുപ്പകാലത്തിൽ തന്നെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായ ട്രെയിനിങ് നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന് സമർപ്പിക്കാൻ തയ്യാറാക്കി വളരെ നല്ല ഒരു സമൂഹമായി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവിടെയുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ടീച്ചേഴ്സ് അവർക്ക് നല്ല ട്രെയിനിങ്ങുകൾ നൽകി വരുന്നു. ഇങ്ങനെ കേരളത്തിലെ മത, സാമൂഹിക, ബൗദ്ധിക രംഗത്ത് വരും തലമുറയ്ക്ക് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു വളരെ മികച്ച ഒരു സമൂഹമായി പരിവർത്തനപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് ഈ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ നമ്മുടെ പണ്ഡിതന്മാർ ആഗ്രഹിക്കുന്നത്. കൂടുതലായി ഞാൻ എൻ്റെ വാക്കുകൾ അധികരിപ്പിക്കുന്നില്ല. എൻ്റെ ഉത്തരവാദിത്വം ഈ യോഗത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നിയാസ് ഫാദിലി ഉസ്താദ് അവർകളാണ്. നിയാസ് ഫാദിലി ഉസ്താദിനെ
ഏറെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ യോഗത്തിന് പ്രാർത്ഥന നടത്തിയ AP അബ്ദുൾ റഷീദ് മുസ്ലിയാർ ഉസ്താദ് അവർകളെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത് സുന്നി എഡ്യൂക്കേഷൻ ബോർഡിന്റെ ട്രെയിനറായിട്ടുള്ള ഷിഹാബുദ്ദീൻ നഈം ഉസ്താദ് അവർകളാണ്. ഉസ്താദ് അവർകളെ ഈ യോഗത്തിലേക്ക് ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള പുത്തഞ്ചിറ പടിഞ്ഞാറെ മഹലിന്റെ ആദരണീയനായ പ്രസിഡന്റ് MB സൈദു സാഹിബ് അവർകളെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഷാജു TS പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു TS ഇവിടെ എത്തിയിരുന്നു. കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് വേദിയിൽ ഇരിക്കാൻ സാധിക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഷാജു TSന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുവാനായി എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുള്ള പുത്തഞ്ചിറ പടിഞ്ഞാറെ മഹലിന്റെ ജനറൽ സെക്രട്ടറി സുനീർ സുഹരി അവർകൾക്കും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ പൊതു സമ്മേളനത്തിൽ നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനായി എത്താമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്ന പുത്തഞ്ചിറ പടിഞ്ഞാറെ മഹൽ ജമാഅത്ത് സെൻട്രൽ കമ്മിറ്റിയുടെ ചെയർമാൻ മുഹമ്മദ് VM അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നദീർ VA അവർകൾ അദ്ദേഹവും ഈ പൊതുയോഗത്തിൽ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ പരിപാടി വീക്ഷിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, സുഹൃത്തുക്കൾ, നല്ലവരായ നാട്ടുകാർ എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിൽ നമ്മുടെ തിബിയാന്റെ പ്രോസ്പെക്ടസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ പരിപാടി നടക്കുന്നുണ്ട്. കൂടാതെ അൽഖസർ മുട്ടിപ്പാട്ട് പുത്തഞ്ചിറയിലെ പ്രതിഭാധനരായിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു ബാൻഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമികമായിട്ടുള്ള പാട്ടുകളും മറ്റും ആഘോഷ വേളകളിൽ പാടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ബാൻഡ് രൂപീകരിച്ചിട്ടുള്ളത്. അതിന്റെ പേര് അൽഖസർ എന്നാണ്. ആ അൽഖസർ ബാൻഡ് ടീമും ഇവിടെ നമുക്ക് ഈ പരിപാടിക്ക് മിഴിവൈകുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൂടാതെ നമ്മുടെ ഈ പരിപാടിക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിന് വേണ്ടി ഏറെ നാളായി അത്യധ്വാനം ചെയ്യുന്ന ഇസ്സ അക്കാഡമിയിലെ സ്നേഹനിധികളായിട്ടുള്ള ടീച്ചേഴ്സ്, അവരുടെ അധ്വാനം എന്ന് പറയുന്നത് ഏറെ മുഖവിലക്കെടുക്കേണ്ട കാര്യമാണ്. കാരണം വിദ്യാർത്ഥികളുമായി അത്രയും അറ്റാച്ച്മെന്റിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഇസ്സ അക്കാഡമിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് അവിടെയുള്ള അധ്യാപകരാണ്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ യോഗം നിയന്ത്രിക്കുന്നതിനായി ബഹുവന്യരായ നിയാസ് ഫാദിലി ഉസ്താദ് അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും